കഴിഞ്ഞ ദിവസം ഇവിടെ ഇന്ത്യൻ ഓഫീസിൽ ചായ കൊടുക്കാൻ പോയി. ഇപ്പൊ ആ ചേട്ടൻ ചായ വെച്ചിട്ട് കൈ ഒരൊറ്റ കുട ഉടഞ്ഞു. ഞാൻ ചോദിച്ചു എന്തു പറ്റി ചേട്ടാ? ചായ കൊടുത്ത് എന്റെ കൈ കഴച്ചു. കാരണം 10 വർഷം ഈച്ചയും പൂച്ചയില്ലായിരുന്ന സ്ഥലമാണ്, ഇപ്പൊ നിറച്ച ആളാണ് എന്ന് പറഞ്ഞു. നമസ്കാരം. പാലക്കാട്ടെ സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയാണെന്ന് കേട്ടപ്പോൾ നമ്മുടെ കയറുപിരി ശാസ്ത്രജ്ഞനായ മൂന്നാർ അച്ചായൻ ആടിക്കുഴഞ്ഞുകൊണ്ട് പറഞ്ഞത് ഇതുപോലെയുള്ള സിനിമയിലെ കോമാളികളെയൊക്കെ പിടിച്ച് മത്സരിപ്പിച്ചാൽ എന്താണ് അവസ്ഥ എന്നായിരുന്നു. ഇതിന് മറുപടിയായി കനത്ത തരത്തിലൊന്നും കൊടുത്തില്ലെങ്കിലും രമേശ് പിഷാരടി പറഞ്ഞത് കൊടി പിടിച്ച് നടന്നാൽ സംസ്കാരം ഉണ്ടാകില്ല എന്നാണ്. തിരുവനന്തപുരത്ത് CP ജോണിനെതിരെ ഇടതുപക്ഷം നിർത്തിയ സ്ഥാനാർത്ഥി സിനിമാക്കാരനായിരുന്നു. പ്രശസ്തനായ നടൻ കരമന ജനാർദ്ദനൻ നായരുടെ മകൻ സുധീർ കരമന. എന്നാൽ മറുപക്ഷം പറഞ്ഞതേയില്ല അയാൾ കോമാളിയാണെന്ന്. പിഷാരടി സിനിമയിൽ അഭിനയിച്ചതിനേക്കാൾ കൂടുതൽ കോമാളി വേഷങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതെന്തായാലും പാലക്കാട്ടുകാർക്ക് പിഷാരടി അങ്ങ് പിടിച്ചു. അതിജീവിതകളുടെ സംസ്ഥാന സമ്മേളനം നടത്തി പൈങ്കിളിക്കപ്പ് കടിച്ച പിണറായി വിജയൻ കരുതിയത് ആ പേരിൽ പാലക്കാട്ടും തൊട്ടടുത്തും കുറേ സീറ്റുകൾ പിടിച്ചെടുക്കാമെന്നായിരുന്നു. എന്തായാലും പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഇടതുപക്ഷത്തെ ധന്യമാക്കിയ മുതുകോഴികളും ചെറുകോഴികളും കാടക്കോഴികളും ഒന്നും ഇപ്പോൾ സഭയിലില്ല. പകരം സിനിമാ മേഖലയിൽ നിന്നും ഒരൊറ്റ പ്രതിനിധിയായി വന്നിരിക്കുന്നത് രമേശ് പിഷാരടിയാണ്. മുകേഷുമില്ല, ഗണേഷുമില്ല. വർഷങ്ങൾക്ക് മുമ്പ് ഏഷ്യാനെറ്റിലെ ബെഡായി ബംഗ്ലാവിൽ ഒന്നിച്ചു വന്നവരാണ് ഇവർ രണ്ടുപേരും. രമേശ് പിഷാരടി പക്ഷേ ജീവിതത്തിൽ മുകേഷിനെ പോലെ ബെഡായികൾ അടിച്ചില്ല. വലിയൊരു ഭാഗ്യമുണ്ടായത് മുകേഷിനെ എന്തായാലും ഇത്തവണ സീറ്റ് കൊടുക്കാതെ മാറ്റി നിർത്തി എന്നതാണ്. മത്സരിച്ച് തോറ്റു എന്ന അപഖ്യാതി ആ പാവത്തിന് അതുകൊണ്ട് കേൾക്കേണ്ടി വന്നില്ല. മുകേഷ് നിന്നിരുന്നെങ്കിൽ 16 നിലയിൽ പൊട്ടിയനെ. മുകേഷിനെതിരെ പീഡനക്കേസ് ഉണ്ടായപ്പോൾ മാധ്യമപ്രവർത്തകർ അയാളോട് ചോദിച്ചു ഈ വിഷയത്തിൽ എന്തു പറയാനുണ്ടെന്ന്. അപ്പോൾ മുകേഷ് പറഞ്ഞ മറുപടിയാണ് രസം. അയ്യോ, ഞാനൊന്നും മിണ്ടിക്കൂടാ, എല്ലാം പാർട്ടിയും അതിൻ്റെ സെക്രട്ടറിയും പറയുമെന്നായിരുന്നു. നോക്കണേ, പാർട്ടിയുടെ MLA പെണ്ണു പിടിച്ചതിൻ്റെ വരെ മറുപടി പറയേണ്ട ഉത്തരവാദിത്വം പാർട്ടി സെക്രട്ടറി ഗോവിന്ദനാണ് പോലും. തീവ്രത അളക്കാനും അതിജീവിതകളെ ചേർത്ത് നിർത്താനും ഇരയോടൊപ്പമെന്ന് പ്രഖ്യാപിക്കാനും മുഴത്തിന് 3 അടി മുന്നിലെടുത്ത് ചാടുന്ന ഒരൊറ്റ സഖാത്തി പോലും മുകേഷിൻ്റെ പീഡനക്കേസിൽ മറുപടി പറഞ്ഞില്ല. വനിതാ കമ്മീഷൻ അധ്യക്ഷയായ P സതീദേവിയോട് ചോദിച്ചപ്പോൾ അതൊക്കെ കോടതി തെളിയിക്കട്ടെ എന്നായിരുന്നു മറുപടി. കോടതി പറയും വരെ ഒരാളെ എങ്ങനെയാണ് നമ്മൾ കുറ്റവാളിയാക്കുന്നത്? ഉണ്ടംപൊരി ചിറ്റപ്പനായി EP ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് അത് സിനിമാ മേഖലയിലെ നടന്മാർ തമ്മിലുള്ള വിഷയമാണെന്നായിരുന്നു. അവിടെ ഇതൊക്കെ സാധാരണമാണ് പോലും. എന്നാലും പാലക്കാട്ട് രാഹുൽ ഉണ്ടാക്കിയ പേരുദോഷം തങ്ങൾക്ക് ഗുണമായി ഭവിക്കുമെന്ന് ചിന്തിച്ചെങ്കിലും പാലക്കാട്ടുകാർ വലിപ്പിച്ച് കയ്യിൽ കൊടുത്തു CPMനെ. 10ാം തവണ മത്സരിച്ച ശോഭാ സുരേന്ദ്രൻ എങ്ങനെയെങ്കിലും കടന്നുകൂടിയേക്കുമെന്ന് ഒരു സംശയമുണ്ടായിരുന്നെങ്കിലും അവരുടെ പക്വതയില്ലാത്ത പെരുമാറ്റം കൊണ്ടും മഹിളാ മോർച്ചക്കാരുടെ വകതിരിവില്ലാത്ത പെരുമാറ്റം കൊണ്ടും വലിയ തിരിച്ചടി ഉണ്ടായി. അക്രമത്തിലേക്കും അടിനാശത്തിലേക്കും പോകേണ്ട പല സന്ദർഭങ്ങളിലും സമചിത്തതയോടെയാണ് രമേശ് പിഷാരടി എതിരാളികളോടും സ്വന്തം പാർട്ടിക്കാരോടും പെരുമാറിയത്. എന്തായാലും നിയമസഭയിലെ കന്നി പ്രസംഗങ്ങൾ മുതൽ പിഷാരടി തകർത്തു വാരുകയാണ്. ആയിരക്കണക്കിന് വേദികളിൽ 10,000കണക്കിന് ആളുകൾക്ക് മുമ്പിൽ വമ്പൻ പരിപാടികൾ അവതരിപ്പിക്കുകയും അവതാരകനാവുകയും ചെയ്ത പിഷാരടിക്ക് വാക്കിന് പഞ്ഞമില്ലല്ലോ. ബ്രഹ്മാവിനുണ്ടോ ആയുസ്സിന് പഞ്ഞമെന്ന് പറയുന്നത് പോലെ പിഷാരടിക്കുണ്ടോ വാക്കിന് മുട്ട്? MLA ക്യാൻറ്റീനിൽ പോയ ദിവസത്തെ ഒരു അനുഭവം അദ്ദേഹം രസകരമായി സഭയിൽ വർണ്ണിച്ചു. അവിടെ ചായ അടിക്കുന്ന ചേട്ടൻ കൈ കുടഞ്ഞുകൊണ്ട് പറഞ്ഞെന്ന് ഈച്ചയും പൂച്ചയും ഇല്ലാതെ കിടന്ന 10 വർഷമായിരുന്നു, ഇപ്പോൾ ഞാൻ ചായ അടിച്ചു തളർന്നുവെന്ന്. കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് MLA ക്യാൻറ്റീൻ വലിയ സംഭാവനകളാണ് നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ആളുകൾക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ലോകം തുറന്നു കിട്ടിയിരിക്കുന്നു. ഇതിനു മുമ്പ് ഈച്ചയ്ക്കും പൂച്ചയ്ക്കും പോലും അങ്ങോട്ടൊന്നും പ്രവേശനമുണ്ടായിരുന്നില്ല. എന്നാൽ പിഷാരടി നിയമസഭയിൽ നടത്തിയ ഈ പ്രസംഗത്തിൻ്റെ ഏതാനും ഭാഗം കട്ട് ചെയ്ത് കമ്മി പ്രൊഫൈലുകൾ പ്രചരിപ്പിച്ചത് മറ്റൊരു തരത്തിലാണ്. പാലക്കാട്ട് തൻ്റെ മണ്ഡലത്തിൽ 10 വർഷവും ഈച്ചയും പൂച്ചയും ഇല്ലായിരുന്നു, ഇപ്പോഴാണ് സജീവമായത് എന്ന മട്ടിലാണ് അവരത് പ്രചരിപ്പിച്ചത്. അങ്ങനെ ചെയ്താൽ രണ്ടുണ്ട് ഗുണം. ഒന്ന്, മുൻ MLA ആയിരുന്ന ഷാഫി പറമ്പിലിനെയും പിന്നീട് വന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും വില കുറച്ച് കാണിച്ചു എന്ന് പറയാം. എന്തിൻ്റെയും അറ്റവും മൂലയും എടുത്ത് വക്രീകരിച്ച് പ്രചരിപ്പിക്കുക എന്നുള്ളത് ഈ കള്ളക്കമ്മികളുടെ ഒരു പ്രധാന ഹോബിയാണ്. എന്തിനാണ് ഇങ്ങനെയൊക്കെ ഈ അന്തം കമ്മികൾ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അത് അവരുടെ ഒരു സുഖമാണ്. തിരിച്ചു വല്ലതും അങ്ങോട്ട് കിട്ടുമ്പോൾ കരച്ചിലും തുടങ്ങും. പിഷാരടിയെപ്പോലെ ഒരാളെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ തന്നെ അയാളെ കോമാളി എന്ന് വിളിച്ച് ആക്ഷേപിച്ച മൂന്നാർ അച്ചായൻ സ്വന്തം കാൽക്കീഴിലെ മണ്ണ് ഒലിച്ചു പോയതുപോലും അറിയുന്നില്ല. ഇപ്പോൾ ആലപ്പുഴയിലെ വിവിധ പരിപാടികളിൽ പങ്കെടുത്ത് കരയുകയാണ്. അവിടം പോയത് ശരിയായില്ല, ഇവിടം കിട്ടുമെന്ന് കരുതി, നമുക്കെന്തോ കുഴപ്പം പറ്റി, അത് കൃത്യമായി പരിഹരിക്കണം എന്നൊക്കെയാണ് പറച്ചിൽ. എന്ന് കരുതി നമ്മുടെ അടിത്തറ ഭയങ്കര ബലമാണെന്നും അച്ചായൻ കമ്മികൾക്ക് ആത്മവിശ്വാസം പകർന്നു. ഈ മസാല മണമുള്ള മൂന്നാർ അച്ചായനായിരുന്നു പത്തനംതിട്ടയുടെ ചാർജം. അവിടെയും അച്ചായൻ വന്ന് കയറ് പിരിക്കും പോലെ പിരിച്ചെടുത്തു.
അല്ല സഖാവേ, പി രാജീവും വീണ ജോർജും MP രാജേഷും ഒക്കെ എത്ര മഹാന്മാരായ കോമ്രേഡുകളായിരുന്നു. പക്ഷേ നിങ്ങൾ പറഞ്ഞ ആ കോമാളി സഭയിലെത്തിയിട്ടും ഈ മഹാന്മാരൊന്നും സഭയിലെത്താതെ പോയത് എന്തുകൊണ്ടാണ്? എത്ര ധീരനായ വിപ്ലവകാരിയായിരുന്നു ശിവൻകുട്ടി, അങ്ങേരും വന്നില്ല. നിങ്ങളും നിങ്ങളുടെ പാർട്ടിയും കോമാളി എന്നും വർഗവഞ്ചകനെന്നും കുലംകുത്തി എന്നും ചെറ്റയെന്നും വിളിച്ചവരെല്ലാം സഭയിലെത്തി. രാഷ്ട്രീയ നഭോമണ്ഡലത്തിൽ താരകങ്ങൾ പോലെയും തിങ്കൾക്കല പോലെയും ശോഭിക്കുന്ന നിങ്ങളുടെ കേമന്മാരും കേമത്തികളും എന്തേ വരാതെ പോയത്? ആക്ഷേപങ്ങളും അഹങ്കാരവും പൂങ്കത്തരങ്ങളും നിർത്തുവച്ചായ സർക്കാർ ധവളപത്രം ഇറക്കിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഏതാണ്ട് ബദൽ ധവളപത്രവുമായി വരുന്നു എന്നൊക്കെ കേട്ടു. അതിൻ്റെ പണിയൊക്കെ എന്തായി? നല്ല ബുദ്ധിമാനും ലോകമറിയുന്ന സാമ്പത്തിക വിദഗ്ധനുമായ തോമസ് ഐസക്കിനെ എന്തുകൊണ്ടാണ് കഴിഞ്ഞ തവണ പിണറായി വിജയൻ അകലേക്ക് മാറ്റി നിർത്തിയത്? അതെന്താ, താങ്കൾ സിനിമയിൽ അഭിനയിക്കുന്ന കോമാളിയായിരുന്നോ? ഇനി പിഷാരടിയോട് പറയാനുള്ളത് ഒന്നുണ്ട്. മത്സരിച്ച് ജയിച്ചപ്പോൾ തന്നെ താങ്കൾ പറഞ്ഞത് ഇനി ഫുൾ ടൈം MLA ആയിരിക്കുമെന്നും സിനിമാ അഭിനയമോ മറ്റു പരിപാടികളോ വേണ്ടെന്ന് വയ്ക്കുമെന്നുമായിരുന്നു. എന്നാൽ അതിന് വിപരീതമായി താരസംഘടനയായ അമ്മയുടെ കമ്മിറ്റിയിൽ ഞാലാൻ താങ്കൾ പോയി. മാലാപാർവതിയും കൂക്കുവിളി പരമേശ്വരനും അൻസിബയും ഒക്കെയുള്ള കമ്മി സഖാത്തുകളുടെ ഇടയിലേക്കാണ് താങ്കൾ ചെന്ന് കയറിയതെന്ന് ഓർക്കണം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പൂട്ടിയതിനപ്പുറം താങ്കളെ തകർക്കാൻ അവർക്ക് കഴിയും. അതിൻ്റെ തെളിവും താങ്കൾക്ക് കിട്ടിയല്ലോ. സൗഹാർദ്ദപരമായി സംസാരിച്ച ഒരു വാട്സാപ്പ് സന്ദേശം നിങ്ങളുടെ വിശ്വസ്തർക്കിടയിൽ നിന്ന് തന്നെ പുറത്തു പോയിരിക്കുന്നു. താങ്കൾക്കത് വല്ലാത്ത മുറിവുണ്ടാക്കിയെന്നും അത്രമേൽ വിശ്വസിച്ച് ആരോ ആണത് ലീക്ക് ചെയ്തതെന്നും നിങ്ങൾ പറയുകയുണ്ടായി. ലീക്കല്ല, റിലീസാണെന്നും തിരുത്തി. താങ്കൾ അഡ്ഹോക്ക് കമ്മിറ്റിയുടെ അധികാരം ഉറപ്പിച്ച് നാളെ അമ്മ എന്ന സംഘടനയുടെ സെക്രട്ടറിയോ പ്രസിഡന്റോ ആകുമെന്ന് ഇടതുപക്ഷത്തോട് കൂറുള്ള നടീനടന്മാർ ചിന്തിക്കുന്നുണ്ടാകും. അതുകൊണ്ടാണല്ലോ പ്രശ്നം കോടതിയിലെത്തിയതും തൽക്കാലം തുടരാൻ ശ്വേതാ മേനോന് കഴിയുന്നതും. അന്തസ്സുള്ള രീതിയിൽ പൊതുപ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും നടത്തി ജനങ്ങൾക്ക് വേണ്ടി വല്ലതും ചെയ്യാനാണ് ആഗ്രഹമെങ്കിൽ അമ്മ എന്ന സംഘടനയ്ക്ക് കൈ കൊടുക്കാൻ പോകാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഇതിലും വലിയ കേമന്മാരൊക്കെ ഇട്ടൊഴിഞ്ഞ് ഓടേണ്ട അവസ്ഥ വന്നു. ഒറ്റ ഒരെണ്ണത്തിനെ വിശ്വസിക്കാൻ കൊള്ളുന്നതല്ല അതിലുള്ളത്. അവിടെ പെണ്ണുങ്ങളുടെ പൊറാട്ട് നാടകവും റോക്ക് ആൻഡ് റോളും ഫാഷൻ പരേഡുമാണ് നടക്കുന്നത്. ഇപ്പോഴിതാ പിഷാരടിയും ശ്വേതാ മേനോനും തമ്മിലുള്ള ഫോൺ സംഭാഷണമാണ് പുറത്തു വന്നിരിക്കുന്നത്. കമ്മികൾക്ക് കുറച്ചു ദിവസം ആറാടാനുള്ള വിഭവങ്ങളെല്ലാം അതിലുണ്ട്. പിഷാരടി പറയുന്നതിനെല്ലാം പ്രോത്സാഹിപ്പിച്ച് വെറുതെ മൂളുക മാത്രമാണ് ശ്വേത ചെയ്യുന്നത്. എന്തായാലും ഈ ഫോൺ സന്ദേശം കൂടി കേട്ടപ്പോൾ ഒന്ന് മനസ്സിലായി. പിഷാരടി MLA പണിക്കൊപ്പം അമ്മ സംഘടനയുടെ ഭാരവാഹിത്വം കൂടി ഏറ്റെടുക്കാനാണ് പോകുന്നതെങ്കിൽ മാങ്കൂട്ടത്തിനേക്കാൾ വിഡ്ഢ്യാസുരനായി മാറും നിങ്ങളും. പറയേണ്ടതും പറയേണ്ടാത്തതും എല്ലാം ഒരു സ്ത്രീയോട് വെറുതെ അങ്ങ് വിളമ്പുകയാണ്. അവരെല്ലാം മൂളിക്കേട്ട് പ്രോത്സാഹിപ്പിക്കുന്നു, ഒരു വാക്ക് പോലും തിരിച്ചു പറയുന്നില്ല. അപ്പോൾ ഈ സംഭാഷണം ലീക്കായതിൻ്റെ പിന്നിൽ ആരാണ് പ്രവർത്തിച്ചതെന്നും ഇപ്പോൾ മനസ്സിലായില്ലേ? പണ്ടൊരു നാടകത്തിൽ കേട്ട ഡയലോഗ് ഓർത്തു പോകുന്നു. മരുമകൾ നാടക നടിയാണ്. അവരെപ്പറ്റി അമ്മായിയപ്പൻ പറയുന്ന ഒരു ഡയലോഗാണ്, മുഖത്ത് ചായം പൂശുന്ന ഒരൊറ്റ എണ്ണത്തിനെയും വിശ്വസിക്കരുത്. രാത്രിയാകുമ്പോൾ തുള്ളി മിനുങ്ങുന്നതും അല്ലാത്തതുമായ ഈ നടികളെല്ലാം കൂടി ചേർന്ന് ഒരു ഗ്രൂപ്പ് ഡിസ്കഷനും ഫോൺ വിളിയും ചാറ്റുമുണ്ട്. എന്നിട്ട് തനിക്ക് ആവശ്യമായ ഭാഗം അവർ പ്രചരിപ്പിക്കുകയും ചെയ്യും. താനിനി പൊതുപ്രവർത്തകനാണ്, പാലക്കാട്ട് MLA ആണ്, ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും രമേഷ് പിഷാരടിയുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു സിനിമാക്കാരനുണ്ട്, അവതാരകനുണ്ട്. അതിങ്ങനെ അമ്മയുടെ വരാന്തയിലേക്ക് അദ്ദേഹത്തെ പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കും.